നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഋഷഭ് ഇൻസ്ട്രുമെന്റ്സ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എനർജി അല്ലെങ്കിൽ പവർ അളക്കുന്നതിനുള്ള, എനർജി എഫിഷ്യൻസി അളക്കുന്നതിനുള്ള മീറ്ററുകളും മറ്റും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഋഷഭ് ഇൻസ്ട്രുമെന്റ്സ് ലിമിറ്റഡ്. ഇവർ 490 കോടിയിലധികം രൂപ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നുണ്ട്. അതിൽ വെറും 75 കോടി രൂപ മാത്രമാണ് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി കമ്പനിക്ക് ലഭിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഓഫർ ഫോർ സെയിൽ ആയിരിക്കും. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഋഷഭ് ഇൻസ്ട്രുമെന്റ്സ് ലിമിറ്റഡ് ഇവര് 1982 മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഈ കമ്പനി രൂപം കൊണ്ടത്. ഇവര് ഇൻഡസ്ട്രിയൽ കൺട്രോൾ പ്രൊഡക്ട്സിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് നിർമ്മിക്കുകയും അത് ഡിസൈൻ ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വിവിധങ്ങളായ ഉപകരണങ്ങൾ വഴി വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഈ എനർജിയെ മെഷർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഓപ്റ്റിമൈസ് എനർജി ആൻഡ് പ്രോസസ് എന്നുള്ള ലക്ഷ്യത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ട ഉപകരണങ്ങളാണ് കമ്പനിയുടെ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലൂമൽ ആൻഡ് ലൂമൽ അലൂകാസ്റ്റ് എന്നുള്ള 2 ബ്രാൻഡുകളിലാണ് കമ്പനിയുടെ പ്രോഡക്റ്റുകൾ അധികം വിദേശങ്ങളിലൊക്കെ അറിയപ്പെടുന്നത്. അതിൽ ലൂമൽ അലൂകാസ്റ്റ് എന്നുള്ള ബ്രാൻഡ് അവർ പിന്നീട് വാങ്ങിച്ചെടുത്ത ഒരു ബ്രാൻഡാണ്. ഇത് കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളിൽ, അതായത് 2005, 2006, 2008, 2009, 2011, 2012 ഇങ്ങനെ 6 വർഷങ്ങളിൽ എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റാർ പെർഫോമർ എന്നുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങളുടെ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ നേടിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. അതായത് മാനുഫാക്ചർ ആൻഡ് സപ്ലൈ ഓഫ് അലൂമിനിയം ഹൈ പ്രഷർ ഡൈകാസ്റ്റിംഗ് സൊല്യൂഷൻസിൻ്റെ കാര്യത്തിൽ. കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പ്രധാനമായിട്ടും 4 സെഗ്മെന്റുകളായിട്ട് തിരിക്കുക. ഒന്ന് ഇലക്ട്രിക്കൽ ഓട്ടോമേഷൻ ഡിവൈസസ്, രണ്ടാമത്തേത് മീറ്ററിംഗ് കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ ഡിവൈസസ്, മൂന്നാമത്തേത് പോർട്ടബിൾ ടെസ്റ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ 4 സോളാർ സ്ട്രിംഗ് ഇൻവെർട്ടേഴ്സ്. പവർ അല്ലെങ്കിൽ എനർജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റ്, ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് പെട്ടെന്നൊന്ന് പറയാം. പ്രൊട്ടക്ടർ റിലേസ്, ക്യാം സ്വിച്ചസ്, മൾട്ടി ഫംഗ്ഷൻ മീറ്റേഴ്സ്, ഐസൊലേറ്റേഴ്സ്, പേപ്പർലെസ് റെക്കോർഡേഴ്സ്, ഡിജിറ്റൽ മൾട്ടിമീറ്റേഴ്സ്, എനർജി മാനേജ്മെന്റ് സിസ്റ്റംസ്, പവർ ഫാക്ടർ കൺട്രോളേഴ്സ്, കറണ്ട് ട്രാൻസ്ഫോമേഴ്സ്, അനലോഗ് പാനൽ മീറ്റേഴ്സ്, ബാറ്ററി ചാർജർ, പവർ ക്വാളിറ്റി, പിന്നെ ടെമ്പറേച്ചർ കൺട്രോളർ, ക്ലാം മീറ്റേഴ്സ്, ആക്സസറീസ്, ഷണ്ട്, ഡിജിറ്റൽ പാനൽ മീറ്റേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ്, പവർ സപ്ലൈ, IOs ആൻഡ് കൺവെർട്ടേഴ്സ്, ഇൻസുലേഷൻ ടെസ്റ്റേഴ്സ്, പിന്നെ ജെൻസെറ്റ് കൺട്രോളേഴ്സ്. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഒരു ലീഡറായിട്ടുള്ള ഈ കമ്പനിക്ക് ഇന്ത്യയിൽ 3 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളാണുള്ളത്. അന്താരാഷ്ട്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ 280ഓളം ഡീലേഴ്സ് കമ്പനിക്കുണ്ട്. 70ഓളം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യക്ക് പുറമെ ഇവരുടെ ബിസിനസ് നടക്കുന്നത്. 150ഓളം ഡീലേഴ്സാണ് ഇന്ത്യയിൽ മാത്രം കമ്പനിക്കുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പോളണ്ടിലും ചൈനയിലും ഇന്ത്യക്ക് പുറമെ കമ്പനിക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഉണ്ട്. അവിടെ ഏകദേശം 100ഓളം എഞ്ചിനീയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടർ ഈ ചിത്രത്തിൽ കാണുന്ന മിസ്റ്റർ നരേന്ദ്ര ജോഹരിമൽ ഗോലിയ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൈവശം 80.67% ഓഹരികൾ ഇഷ്യൂവിന് തൊട്ട് മുമ്പുണ്ട്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 10% കുറയുന്നു. ഈ ഇഷ്യൂവിൽ 490.78 കോടി രൂപയ്ക്കുള്ള ഇഷ്യൂ ആണെങ്കിൽ അതിൽ 415.78 കോടി രൂപയും ഓഫർ ഫോർ സെയിലാണെന്ന് നമുക്കറിയാം. അതായത് ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സോ വിറ്റഴിക്കുന്ന ഓഹരികളാണ് 415.78 കോടി രൂപയ്ക്കുള്ളത്. അത് ആരൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ടവരെന്ന് നോക്കാം. ഓഫർ ഫോർ സെയിൽ പ്രധാനമായിട്ടും ഇതിൽ വിൽക്കുന്നത് ആശാ നരേന്ദ്ര ഗോലിയ 15 ലക്ഷം ഓഹരികൾ അവർ വിറ്റഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഋഷഭ് നരേന്ദ്ര ഗോലിയ 4 ലക്ഷം ഓഹരികൾ ആണ് ഈ കൂട്ടത്തിൽ വിറ്റഴിക്കുന്നത്. അതുകൂടാതെ അവരുടെ ഫാമിലി ട്രസ്റ്റ് ഋഷഭ് ഗോലിയയുടെ ഫാമിലി ട്രസ്റ്റ് ഒരു 5,17,500 ഓഹരികൾ ഈ കൂട്ടത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. അതുകൂടാതെ SACEF ഹോൾഡിംഗ്സ് 2 എന്ന ഒരു ഫണ്ട് അവരുടെ കൈവശമുള്ള 70,10,678 ഓഹരികളും ഈ കൂട്ടത്തിൽ വിൽപ്പന നടത്തുന്നുണ്ട്.
ഋഷഭ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഈ 490.78 കോടി രൂപയുടെ ഇഷ്യൂല് വെറും 75 കോടി രൂപ മാത്രമാണ് ഫ്രഷ് ഓഹരികൾ. അപ്പോൾ ഈ ഫ്രഷ് ഓഹരികൾ വഴി ലഭിക്കുന്ന ആ തുക എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി ഉപയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നാസിക്കിലുള്ള അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് 59.5 കോടി രൂപയും അവർ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. ബാക്കി വരുന്ന തുക മാത്രമാണ് അവരുടെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് കമ്പനി ഉപയോഗിക്കുന്നുള്ളൂ എന്നവരുടെ പ്രോസ്പെക്ടസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ 2021 389.96 കോടി രൂപയാണ്. അതിൻ്റെ നെറ്റിംഗ് അതേ വർഷം 35.94 കോടി രൂപയാണ്. അതിൻ്റെ അടുത്ത വർഷം 2022 470.25 കോടി രൂപയുടെ റവന്യൂ ഉണ്ടായപ്പോൾ നെറ്റിംഗ് 49.65 കോടി രൂപയായിട്ട് അതും വർദ്ധിച്ചിട്ടുണ്ട്. ഇനി 2023 569.54 കോടി രൂപയാണ് ഇവരുടെ റവന്യൂ കാണുന്നത്. നെറ്റിംഗ് 49.69 കോടി രൂപയെന്നും കാണിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ റവന്യൂയുടെ അല്ലെങ്കിൽ സെയിൽസിൻ്റെ മൊത്തം ഉള്ളതിൻ്റെ 66% വിദേശത്തു നിന്നുമാണ് വരുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ് എന്നുള്ളത് കമ്പനിയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഇന്റർനാഷണലി ഉള്ള മികവിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനെ കാണേണ്ടതുണ്ട്. ഋഷഭ് ഇൻസ്ട്രുമെന്റ്സിന്റെ വാല്യുവേഷൻസ് ഏറ്റവും പുതിയത് നോക്കുകയാണെങ്കിൽ EPS 12.76 റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 11.67% എന്നും ഇതിന്റെ ബുക്ക് വാല്യൂ 109.98 പെർ ഷെയർ എന്നുമാണ് കാണുന്നത്. ഇനി ഇഷ്യൂ രജിസ്ട്രാർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ KFIN ടെക്നോളജീസ് ആണ്. ലീഡ് മാനേജേഴ്സ് ആണെങ്കിൽ ഡാം ക്യാപിറ്റൽ, മോത്തിലാൽ ഓസ്വാൾ, മിറായ് അസറ്റ് ക്യാപിറ്റൽ എന്നിങ്ങനെ 3 കമ്പനികളുമാണ്. ഇതിനൊരു നമുക്കൊരു ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കിയിട്ട് കൃത്യമായിട്ട് അങ്ങനെ ഒരു കമ്പനികളെ കാണുന്നില്ല. ഋഷഭ് ഇൻസ്ട്രുമെന്റ്സിന്റെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇഷ്യൂ ഡേറ്റ് ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 1 വരെയാണ്. ഇതിന്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ 418 രൂപ മുതൽ 441 രൂപ വരെയാണ്. 75 കോടി രൂപയാണ് ഫ്രഷ് ഓഹരികൾ. അപ്പോൾ 94.28 ലക്ഷം ഓഹരികളാണ് ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത്. അപ്പോൾ 415.78 കോടി രൂപയ്ക്കുള്ളത് അത് തന്നെയുണ്ട്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് 490.78 കോടി രൂപയ്ക്കുള്ളതുണ്ട്. 34 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ റീറ്റെയിലറിനെ സംബന്ധിച്ച്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാം. 50% ഓഹരികൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുമ്പോൾ 35% ഓഹരികൾ മാത്രമാണ് റീറ്റെയിലേഴ്സിന് ലഭിക്കുന്നുള്ളൂ. ബാക്കി 15 ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. 10 രൂപയാണ് ഇതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഓഹരിയാണിത്. ഇനി ഇതിന്റെ ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെന്റ് വരുന്നത് സെപ്റ്റംബർ 6 കിട്ടാത്തവർക്ക് റീഫണ്ട് 7 തന്നെ കിട്ടും. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഓഹരി ലഭിച്ചവർക്ക് 8 സെപ്റ്റംബറിൽ അത് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് 11 സെപ്റ്റംബർ മാസത്തിൽ. ഇനി ഈ ഓഹരിയെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ആഫ്റ്റർ ഇഷ്യൂവിൻ്റെ 29.31% പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോൾ 1674.1 കോടി രൂപയ്ക്കുള്ളത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കമ്പനി വാങ്ങണോ വേണ്ടയോ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഇതിൻ്റെ സെയിൽസിൻ്റെ 66% വിദേശത്തു നിന്നാണ്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഗ്ലോബലി കമ്പനിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ കമ്പനി വളരെയധികം മികച്ച ഒരു കമ്പനി തന്നെയാണ്. അവരുടേതായ ഫീൽഡിൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഋഷഭ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫണ്ട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൽ മിഡ് ടേം ലോങ് ടേം ലെവലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ചെറിയ ലിസ്റ്റിംഗ് ഗെയിനും ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഋഷഭ് ഇൻസ്ട്രുമെന്റ്സിന്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമന്റുകൾ ഇടണം. അതോടൊപ്പം തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുകയും വേണം. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.